ഞാനേ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത്. അതുപോലെ പലർക്കും ഞാൻ ഈ കഞ്ഞിയും കറിയൊക്കെ അതും കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും അലസറിന്ന് കോള് വരുവാണ്. അപ്പം ട്രൂ കോളർ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടൂലോ, പേരറിയാൻ പറ്റൂല. അപ്പം അലസറിന്ന് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷപ്പെട്ടു. അപ്പം എനിക്കറിയാം ജോലിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നറിയാം. ആ ഒരു മൊമെന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മീൻചാറ് സൂപ്പറാ. എനിക്ക് ഇന്നലെ ലാസ്റ്റ് കഞ്ഞി കുടിച്ചപ്പോൾ ഞാൻ തോന്നി ഭയങ്കര ടേസ്റ്റ് തോന്നി. ഞാൻ എന്നിട്ട് അവസാനം നക്കി വടിച്ച് തിന്നു. ഇപ്രാവശ്യം മീൻചാറ് തീർന്നത്. അല്ലെ നമ്മളെ മീൻചാറ് ഒരിക്കലും തീരാറില്ലല്ലോ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. സ്വാഗതം. ഈ അങ്ങനെയല്ലടാ സ്വാഗതം പറയുന്നത്. പിന്നെ ആ കറുത്ത് പഠിച്ചു പോയിട്ടില്ല. ഇവന് വെയിലത്തുനിന്ന് കയറാതെ നടക്കണോണ്ടാണ് ഇവനിക്കൊണ്ട് മുഖമൊക്കെ വല്ലാണ്ട് ഇരിക്കും. ഞാൻ വന്നപ്പോൾ ഭയങ്കര ഫുട്ബോൾ കളിയായിരുന്നു നിന്നിട്ട്. ഇന്നലെ ആണെങ്കിലേ അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് അവധിയൊക്കെ തന്നല്ലോ വേൾഡ് കപ്പിനോടനുബന്ധമായിട്ട്. അനുസരിച്ച് ഇന്ന് പരീക്ഷ തുടങ്ങാനിരുന്നതാണ്. അപ്പം ഇന്നത്തെ പരീക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അപ്പം ഇനി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരിക്കുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കോളേജിൽ പോയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അല്ലസർ മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ കുറേ പാക്കേജുകളുടെ എല്ലാം ഉദ്ഘാടനമായിരുന്നു. അതുകൂടാതെ തന്നെ തിയേറ്ററിൻ്റെ ഒക്കെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ, അതിൻ്റെയൊക്കെ ഇനാഗ്രേഷൻ. അങ്ങനെ കുറേ പേര് രാഷ്ട്രീയ പ്രമുഖർ അല്ലാതെ ഒരുപാട് സമൂഹത്തിൽ ഉന്നത വ്യക്തികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പോയി പങ്കെടുത്തിട്ട് വന്നു. അപ്പം ചെറിയ ഷോർട്സ് വീഡിയോസ് പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം. ഇന്നലെ ആണെങ്കിൽ ഞാൻ 2:30 വരെ ഞാൻ ഇരുന്നു തോന്നുന്നില്ലടാ. ഞാനും കിടന്നുറങ്ങിയപ്പോൾ ഞാൻ നോക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ ഉറങ്ങാതെ നല്ല ആക്റ്റീവായിട്ടിരുന്നു. പക്ഷെ അർജന്റീന ഒരു കപ്പ് പോലും അടിക്കുന്നില്ല, ഒരു ഗോൾ പോലും അടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കിടന്നു. എനിക്ക് പിന്നെ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു സ്പെയിൻ 2 ഗോൾ അടിച്ചു. 2 ഗോൾ ജയിച്ചു കഴിഞ്ഞാണ് നീ പറഞ്ഞേ? അല്ല, ആദ്യം സ്പെയിൻ 1 ഗോൾ അടിച്ചു. അല്ല, ആദ്യത്തെ ഗോൾ അടിച്ചത് ഇവനെല്ലാം അപ്ഡേഷനും തരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഗോൾ അടിച്ചിട്ട് ഫൗൾ അടിച്ചിട്ട് അടിച്ചത്. എന്നിട്ട് ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു സ്പെയിൻ ജയിച്ചിട്ടോന്ന് പറഞ്ഞു. വല്ലവരും ജയിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഞാൻ എന്നിട്ട് നുണ പറയാന്നോ ഞാൻ പറഞ്ഞോ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാല്. എന്റെ ദൈവമേ. എന്നിട്ട് ഇപ്പൊ രാവിലെ ഇപ്പം എഴുന്നേക്കണ്ടല്ലോ. ഇവനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു. ഇവന് SPC കിട്ടിയിട്ട് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ അന്നേരം പിന്നെ നമുക്ക് അലസറിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പങ്കെടുക്കാതിരിക്കുന്നത് അങ്ങനെ അവിടെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ അതെ ഞാൻ കുക്ക് പോലും ചെയ്തിട്ടുണ്ടായില്ലേ. ഉറക്കം ഇങ്ങനെ ഒരു സൈഡിലേക്ക് സൈഡ് വലിവ് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ചോറ് കയ്യിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ കൊണ്ടുവിടുകയും ചെയ്തു. അപ്പോൾ കൊണ്ടുവിട്ടു. ഞങ്ങൾ കോളേജിൽ ചെന്നതിന് ശേഷം മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ കൊണ്ടുവിട്ടു. തിരിച്ച് ഒരു സാറിൻ്റെ വണ്ടിക്ക് ഞാൻ ഞങ്ങളുടെ കോളേജിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ വേറെ 2 മിസ്സുമാർ, ചേട്ടൻ വന്നു. അപ്പോൾ ഒരു മിസ്സിനെ കൊണ്ട് ഇറക്കി വിട്ടു. ഞാനും വേറെ മിസ്സിനെ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു മിസ്സിൻ്റെ വീടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ചേട്ടൻ്റെ അവിടെ കയറി പോയിരുന്നു. ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. പച്ചക്കറിയൊക്കെ അവിടെ ഇരിക്കുക. അതെല്ലാം ഇനി കഴുകി എടുത്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. പിന്നെ വല്ലതും ഉണ്ടാക്കി കഴിക്കണ്ട. ഞാൻ കപ്പ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. കപ്പയുടെ കൂടെ പച്ചമുളകും കൂടെ ഉണ്ട് കേട്ടോ. പച്ചമുളക് തീർന്നു പോയായിരുന്നേ. അപ്പോൾ പച്ചമുളകും ഉണ്ട്, കാന്താരി മുളകുണ്ട്. നമുക്ക് കപ്പ ചെണ്ടമുറിയും പുഴുങ്ങിയിട്ട് കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ മീൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട്. മീൻ കറിയിൽ കഷ്ണമൊന്നും ഇല്ലെന്ന് തോന്നണേ. അപ്പം അതെല്ലാം ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ തോന്നുന്നു. കഴിക്കാൻ ഇപ്പോൾ ഒരു കൊതി കാന്താരി മുളക്. ഇതിനൊരു താറാവ് ഇതുപോലെ കിടക്കണേ. കാന്താരി മുളകും ഇതല്ല കേട്ടോ, സോറി, പച്ചമുളകാണ്. കാന്താരി മുളകും ഉള്ളിയൊക്കെ വെച്ചിരിച്ച ചമ്മന്തിയും ചെണ്ടമുറിയൻ കപ്പയും ഒരു നാടൻ വിഭവം. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? എൻ്റെ കൂടെ പോരെ. നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. ഞാനേ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത്. അതുപോലെ പലർക്കും ഞാൻ ഈ കഞ്ഞിയും കറിയൊക്കെ വെച്ച് നടക്കണാണുമ്പം ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ ലോജിക്ക് അങ്ങ് ശരിയാവുന്നില്ല. അങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങൾ, ഒത്തിരി കമൻസൊക്കെ എനിക്ക് വരാറുള്ളൊരു കാര്യമാണ്. അപ്പം ജോലി വേറെ, യൂട്യൂബും വീഡിയോസും റീൽസൊക്കെ വേറെ. ജോലിക്ക് ചെല്ലുമ്പം ഞാൻ അതിൻ്റേതായ ഗൗരവത്തിൽ അവിടെ നിൽക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്ത്
എങ്ങനെയാണോ അതുപോലെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ആ ഒരു ഗെറ്റപ്പിലും ആ ഒരു നിലവാരത്തിലും ഒക്കെ സംസാരിച്ച് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് നേടുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മുടെ ചാനലിൽ സൃഷ്ടിക്കാതെ എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിലൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ എത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയാലും, നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിലേക്ക് പോയാലും, നമ്മൾ ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോയാലും നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പോവുക. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഏതൊക്കെ ജോലി നേടിയാലും നമ്മളെല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ പോകാനുള്ളവരോ, അല്ലെങ്കിൽ നമ്മൾ മണ്ണോട് മണ്ണായിട്ട് ചേരാനുള്ളവരോ. അപ്പോൾ പിന്നെ വലിയ ഗെയിമ കാണിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ വരെ മടിച്ച് നമ്മുടെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്റ്റാറ്റസ് കൂടിയവരുടെ നേരെ മാത്രം പുഞ്ചിരിക്കുക, ആ ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിന്നാലേ നമുക്കൊരു വില കിട്ടത്തുള്ളൂ. ഇപ്പോൾ അത് ഇച്ചിരി ക്ഷമയ്ക്കൊക്കെ നിന്നാലേ നമുക്കൊരു വിലയൊക്കെ കിട്ടത്തുള്ളൂ. സമൂഹം അങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സാധാരണക്കാരിയാണ്. വിദ്യാഭ്യാസം നേടുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അല്ലെങ്കിൽ ഒരു ജോലി നേടുക, പഠിച്ചതിനനുസരിച്ചുള്ളൊരു ജോലി, അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. പിന്നെ ടീച്ചിങ് എന്നത് എൻ്റെ ഒരു പാഷനാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ ആക്ടിങ്ങും യൂട്യൂബും റീൽസൊക്കെ എനിക്ക് ജസ്റ്റ് ടൈം പാസ് മാത്രമാണ്. എൻ്റെ മനസ്സിനെ റിലാക്സ് ആക്കാനായിട്ട് ഒരു ഹോബി എന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. ഈ റീൽസ് ഡബ് സ്മാഷൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു, ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, പടം വരയ്ക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ചാനലിലൊക്കെ ഉള്ളവരുടെ ഒത്തിരി പേരുടെ പടമൊക്കെ ഞാൻ വരച്ചിട്ടൊക്കെ ഉള്ളത്. എനിക്ക് ജന്മനാ കിട്ടിയൊരു കഴിവാണ് ഈ ചിത്രരചന. പാട്ട് പാടത്തില്ല കേട്ടോ, അതുള്ള കഴിവ് കിട്ടിയിട്ടില്ല. പിന്നെ എഴുത്ത്, ഞാൻ നന്നായിട്ട് എഴുതുന്നൊരു വ്യക്തിയായിരുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ എഴുതുന്നത് വായിക്കാനായിട്ട് ഒത്തിരി വായനക്കാരുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാർ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു സൈഡിലായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ റീൽസ് ചെയ്യുക, യൂട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിനെ കാണിക്കാനായിട്ട്, എൻ്റെ ലൈഫ് കണ്ട ആർക്കെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെങ്കിൽ, ആത്മഹത്യാവാക്കിൽ നിന്ന് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ ലൈഫ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. പച്ചക്കപ്പ കണ്ട കഴിക്കാൻ തോന്നും. അപ്പം എങ്ങനെ നേടി, എന്ത് നേടി ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അതെ ചെണ്ടുമുറിയും കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അതിന് വെള്ളമൊക്കെ ഒഴിച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഞാനിപ്പോൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടേ. ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാടൻ ഭക്ഷണങ്ങളോട് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇപ്പം വന്നപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ മിസ്സ്, ഞാൻ പച്ചക്കറി വാങ്ങാനിപ്പോൾ മിസ്സ് ഇറങ്ങി വന്നു. മിസ്സ് മധുരക്കിഴങ്ങാണ് വാങ്ങിയത്, സ്വീറ്റ് പൊട്ടറ്റോ. എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ലേ, ഇപ്പോൾ ഒന്ന് വാങ്ങിച്ച് കഴിക്കണം. ഞാനങ്ങനെ മധുരക്കിഴങ്ങ് അങ്ങനെ കഴിക്കാറില്ല. ഞാനിപ്പോൾ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു. കപ്പയും ചെണ്ടമുറിയൻ കപ്പ. എന്നോട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, ചെണ്ടമുറിയൻ കപ്പ എന്ന് വെച്ചാൽ എന്തുവാണെന്ന് ചോദിച്ചിട്ട്. കപ്പ ചുമ്മാ വട്ടം മുറിച്ച് കൊടുക്കുന്നതിനെയാണ് ചെണ്ടമുറിയൻ കപ്പ നമ്മൾ പറയുന്നത് കേട്ടോ. ചെണ്ട പോലെ വട്ടത്തിലൂടെ മുറിച്ച് വിടുന്നത്. ചെണ്ട മുറിച്ച് അതുപോലെയാണ് പണ്ടൊക്കെ പുഴുങ്ങി തന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് 4ആയിട്ട് കീറി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനത് 4ആയിട്ടോ 2ആയിട്ടൊക്കെ കീറി ഇടാറുണ്ട് കേട്ടോ. അന്നേരം പിന്നെ ചെണ്ട മുറിയണമൊന്നും അല്ല, കപ്പ പുഴുക്ക് അത് മതി. അപ്പം ഞാൻ പറഞ്ഞു വന്ന എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു ഇങ്ങനെ അല്ലസറി എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയെന്നൊക്കെ. അപ്പം നേരത്തെ ടിക്ടോക്ക് മുതൽ തന്നെ അറിയാവുന്നവർക്കറിയാം. ഞാനവിടെ ആദ്യമായിട്ട് TTC കോഴ്സ്, അതായത് DED കോഴ്സായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞ DED ആദ്യം TTC എന്നായിരുന്നു, പിന്നെ DED എന്നായി, പിന്നെ DLED എന്നായി. ഇപ്പോൾ DLED ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് ക്യാൻസറൊക്കെ വന്നു. അപ്പോൾ എനിക്കന്നേരം ജോലിയൊന്നുമില്ല. അതിന് മുമ്പ് ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ശേഷം പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ ആക്സിഡൻറ്റ് കാര്യങ്ങൾ, ക്ലെയിം, വക്കീല്, കേസ്, അതിൻ്റെ ഇടയ്ക്ക് അടിപിടി, ഇതെല്ലാം കൊണ്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന സമയത്താണ് അമ്മച്ചിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അന്ന് പിന്നെ അപ്പയുണ്ട്, അപ്പ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അപ്പയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ദുരിതവും കൂടെ താണ്ടി എൻ്റെ സ്വർണ്ണം എല്ലാം കൊണ്ടുപോയി, പണയെല്ലാം വെച്ച്, അന്ന് വേറെ ജോലിയും കൂലിയില്ലാണ്ട് കുറേ വളയെല്ലാം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തിലാണ്
ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലടക്കം ഒത്തിരി സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി എൻ്റെ ബയോഡേറ്റ കൊണ്ട് കൊടുത്തിട്ടു. എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ എനിക്ക് വലിയ ടീച്ചിങ്ങാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിനോട് വലിയ താല്പര്യം. ഞാൻ PSC ടെസ്റ്റ് എഴുതാമെന്നോർത്തൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഹസ്ബൻഡ് മരിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ടീച്ചിങ്ങിന് വേണ്ടിയിട്ടല്ല, അല്ലാത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്തോ ആയിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഞാനത് പഠിച്ച് ഞാനത് വാങ്ങുമായിരുന്നു. പിന്നീട് എനിക്ക് PSCക്ക് ഇരുന്ന് മനസമാധാനത്തോടെ ഇരുന്ന് പഠിക്കാനുള്ള യാതൊരു അറ്റ്മോസ്ഫിയറും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഓർക്കുവാണ്, വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. മനസമാധാനമല്ല നമുക്ക് അതിലേക്ക് ലക്ഷ്യമായിരുന്നു വേണ്ടതെന്ന്, വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയി മാറാനായിരുന്നു. എന്താണെങ്കിലും എനിക്ക് തട്ടും ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ജോലിയോടോ ഒന്നും എനിക്ക് യാതൊരു ഇഷ്ടക്കേടും ഇല്ല. എനിക്ക് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. കാരണം ഇങ്ങനെ അല്ലസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നതോടുകൂടിയാണ് സമാധാനം എന്തെന്നത്. അല്ലസർ ഒരു മുസ്ലിം ട്രസ്റ്റ് സ്ഥാപനമാണ്. പക്ഷേ അവിടെ ജാതിയോ മതമോ നോക്കാതെയാണ് അവിടെ സ്റ്റാഫുകളെ നിയമിക്കുന്നതും സ്റ്റുഡൻസും എല്ലാം. ഒരു ജാതി മതത്തിനൊക്കെ അതീതമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ സ്ഥാപനത്തോടൊരു കടപ്പാട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മച്ചിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതെന്ന് എനിക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുന്തിരിങ്ങ ചാടിക്കിടന്ന ആൻസെഡത്തോമിറ്റയാണ്. അപ്പം അന്ന് ഞാനൊരു മുസ്ലിം ഒരു പിള്ളമാരുടെ വീട്ടിൽ പഴയ ഒരു ഇല്ലം അത് അവിടെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ തറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിനുസമുള്ള തറയായിരുന്നു. ഈ അറിയാതെ അമ്മച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ഞാൻ എന്തോ കാര്യത്തിന് മാങ്ങാപ്പഴം ചെത്താനായിട്ട് ഒരു മാമ്പഴം ചെത്താൻ വേണ്ടി പോയപ്പോക്കെ കൈ കത്തിയാണ് ചെത്തിക്കഴിഞ്ഞത്. കത്തി കഴുകാൻ പോയപ്പോക്കെ ഞാനിത് കണ്ടില്ല. ഇതേ ചവിട്ടി ഞാൻ മുട്ടി ചെന്ന് ഇടിച്ചു. ഒരു കാല് ഇങ്ങനെ ഒരു കാലിടിച്ചു. എന്നിട്ട് നേരെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് അമ്മച്ചീനെ കൊണ്ടുവന്ന അതേ വണ്ടിയിൽ തന്നെ ആ വണ്ടിക്കാരൻ്റെ വണ്ടിയിൽ തന്നെ നേരെ പോയി ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. കാല് മൊത്തം നോക്കുമ്പോൾ നീരായി പഴുപ്പായി. അവർ മുട്ടേന്ന് വെള്ളം ചലവും എല്ലാം കൂടെ വലിച്ച് നീക്കി കളയുന്നു. കാല് പ്ലാസ്റ്റർ ഇടുന്നു. തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നു. ഗുദാഹവ ചോറ് വെച്ചരാനാവില്ല. കൊച്ചു ചെറുതാണ്. ആൻസിന് 2 വയസ്സേ ഉള്ളൂ. അങ്ങനെ എന്നിട്ട് ഞാൻ 2-3 ദിവസം പ്ലാസ്റ്ററൊക്കെ ആയിട്ട് നടക്കാൻ പറ്റുമോ, ടോയ്ലറ്റിൽ പോയി ഇരിക്കാൻ പറ്റും, കാല് മടങ്ങത്തില്ലല്ലോ. എനിക്ക് സഹായത്തിന് എനിക്ക് ആരുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഒരു കാര്യം ചെയ്തു. എനിക്കാണെങ്കിൽ അന്ന് ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിക്കുന്ന ചേട്ടൻ ആക്സിഡൻ്റ് ആയ സമയത്ത് കക്ഷത്തിൽ കുത്തി ചാടി എടുക്കണ കോല് പോലുള്ള സാധനം ഉണ്ടല്ലോ, ഒരു കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് അത് കൊണ്ടുത്തന്നു. ഞാൻ സ്വന്തമായിട്ട് ഈ പ്ലാസ്റ്റർ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ കാല് ചുറ്റണ ബാൻഡേജ് വാങ്ങിച്ച് ടൈറ്റായിട്ട് ചുറ്റി. കാല് മടങ്ങത്തില്ല എൻ്റെ. പിന്നെ ഇതേ ചാടി നടന്നു. പിന്നെ ഞാൻ കാല് അന്ന് പതുക്കെ ലൂസായി നടന്നു കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ തിരുമുന്നതാണ്. പൈങ്ങട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി തിരുമിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് 2-3 തവണ പോയി തിരുമിയ പിന്നെയാണ് എൻ്റെ കാല് ഒരുമാതിരി ഓക്കെ. പക്ഷെ നടന്നിങ്ങനെ പോകുമ്പോൾ മുട്ടയെന്ന് ക്ലിക്കെന്നൊരൊച്ച കേൾക്കും. ഒരു സെക്കൻഡിലൊരു വേദന, കാല് കുഴഞ്ഞു പോകണോ, ഒരു സെക്കൻഡ് നേരത്തേക്കുള്ളൂ. അങ്ങനെ എന്നിട്ട് കാലിൽ ബാൻഡേജ് ചുറ്റി വരിഞ്ഞിട്ടേക്കുവാണ്. കാല് ചെട്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങരുതെന്നുള്ള മട്ടിൽ. ആ സമയത്താണ് അപ്പോൾ ഞാൻ ഒത്തിരി ഇടത്ത് കൊണ്ടുപോയി ബയോഡേറ്റ എല്ലാം കൊടുത്തു. ആ സമയത്ത് ഇങ്ങനെ കാലം വെച്ചിട്ട് എനിക്ക്, കാരണം ജോലി എനിക്ക് കൂടിയേ തീരുമായിരുന്നുള്ളൂ. എനിക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രത്തിൽ കണ്ടത് ഇതുപോലെ TTI കോളേജിലേക്ക് സ്റ്റാഫിനെ മലയാളം ടീച്ചറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ കണ്ടു. അല്ലസർ. ഞാൻ അല്ലസറിന് സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ടുണ്ടെന്നല്ല, ഞാൻ കണ്ടിട്ടില്ല. ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുമില്ല. നമുക്ക് നേരെ തൊടുപുഴയിൽ നിന്ന് വേറെ റൂട്ട് തിരിഞ്ഞിങ്ങനെ പോവാം. ഞാൻ ഉടനെ തന്നെ ആ ഓട്ടോറിക്ഷ ചേട്ടനെ വിളിച്ച് എന്നെ അല്ലസർ വരെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് ബയോഡേറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി TTI കോളേജ് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുവാണ്. അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് നിസ, എന്നെ പിന്നീട് ഒരുപാട് എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് കേട്ടോ. നിസ എന്ത് കാര്യത്തിനും ലീവ് എടുക്കുവാണെങ്കിൽ എന്ത് കാര്യത്തിനും നിസയുടെ കയ്യിലേക്കാണ് ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുക്കുന്നത്. ശരിക്കും HR-ലാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ, അല്ലസറിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അങ്ങനെ ബയോഡേറ്റ കൊടുത്തു. അതിന് ശേഷം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് മീഡിയം വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഇങ്ങനെ കോളേജിലേക്ക് പഠിപ്പിക്കാനും എനിക്ക് കൂടുതൽ വായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. സ്കൂളുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആ ഒരു ഇതിലേക്ക് പോകും. അത് നേരത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്ക് ചെയ്തപ്പോൾ മുതൽ എനിക്ക് എന്തോ ഇംഗ്ലീഷ് മീഡിയത്തിനോട് വലിയ താല്പര്യമില്ലാണ്ടായി പോയതാണ്. അങ്ങനെ ഞാൻ ബയോഡേറ്റ കൊടുത്തിട്ട് പോന്നു. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്കാണ് ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത്. അന്നത്തെ പ്രിൻസിപ്പാൾ TTCയുടെ രാമകൃഷ്ണൻ സാറ്.
സാറിൻ്റെ അടുത്തേക്ക് ഇൻ്റർവ്യൂവിന് ചെന്നു. സാറ് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഏതെങ്കിലും ഒരു പാഠഭാഗം പഠിപ്പിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ സാറിൻ്റെ മുമ്പിൽ ആ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവിയുടെ കുചേലക്കടൽ എന്ന് പറയുന്ന കവിതയാണ് ഞാൻ ക്ലാസ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കവിതയാണ്. കവിത കാണാതെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കവിതയാണ്. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ എടുത്തു. സാറ് ഒക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതാണ്. ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ ഇത്രയും 2 വർഷമായിട്ടുള്ളൂ. കുഞ്ഞൊരു കൊച്ചുണ്ടെങ്കിൽ അമ്മയ്ക്ക് ക്യാൻസർ, ഇതെല്ലാം അറിഞ്ഞു, സാറ് അറിഞ്ഞു. അപ്പോൾ അന്നൊരു 3-4 പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കൂടാതെ 3-4 പേര് കൂടി ഉണ്ടായിരുന്നു. അതിന് എന്നെ അന്ന് കാണാൻ പറ്റില്ല. പിറ്റേന്ന് ഒരു ദിവസം ചെയർമാനെ കാണണമെന്ന് പറഞ്ഞ് പിന്നെ ചെയർമാനെ അതുപോലെ തന്നെ ഞങ്ങളുടെ എം ഡി മിജാസ് സാറിനെ ഞങ്ങളെ കാണാനായിട്ട് പിന്നീട് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഏരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടായിരുന്നു, താജുദ്ദീൻ സാർ. അങ്ങനെ വിളിച്ചു. അപ്പം മിജാസ് സാറും ചോദിച്ചു എൻ്റെ ഹസ്ബൻഡാണോ റെക്കമെൻഡേഷൻ കൊണ്ട് വന്നേ? അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഹസ്ബൻഡ് മരിച്ചതോ, സോറി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ HR ഇരിക്കുന്ന ഒരു സ്റ്റാഫ്, അപ്പോൾ സ്റ്റാഫാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ സ്കൂളിലേക്ക് ആയിരിക്കും കേട്ടോ, കോളേജിലേക്ക് ആയിരിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിലേക്കാണ് എന്നെ വിളിക്കേണ്ട കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് എന്തോ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു പോയി ഇങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ നമ്മുടെ കാര്യം പറയണമല്ലോ, നമ്മുടെ കാര്യം നമ്മളല്ലാതെ വേറെ ആരെങ്കിലും പറയാൻ വരുമോ? അപ്പം അങ്ങനെയാണ് എന്നെ വിളിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നു. കാരണം ഇപ്പം ഞാൻ പരസ്യം കണ്ടതും എല്ലാം ഇങ്ങനെ TTI കോളേജിലേക്കെന്നും പറഞ്ഞല്ലേ കണ്ടേ. അപ്പോൾ എൻ്റെ ലക്ഷ്യം അതായിരുന്നു. എനിക്കതല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നിട്ട് ഇതിപ്പോൾ അപ്പം എനിക്ക് കിട്ടില്ലെന്നാ ഓർത്തെ. പിന്നെ അതും കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും അല്ലസറിന്ന് കോള് വരുവാണ്. അപ്പോൾ ട്രൂ കോളർ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടൂലോ, പേരറിയാൻ പറ്റൂലോ. അപ്പം അല്ലസറിന് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കറിയാം ജോലിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നറിയാം. ആ ഒരു മൊമെൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. എന്നെ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത, എൻ്റെ കൂടെ ചേർന്ന് നിന്ന നിമിഷങ്ങളൊക്കെ ആയിരുന്നു. അല്ലസർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ ചേർന്ന് നിന്ന നിമിഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ജൂലൈ മാസത്തിലാണെന്ന്, ജൂലൈയോ ജൂൺ പകുതി എങ്ങാണ്ട ജോയിൻ ചെയ്യുന്ന അവിടെ. അങ്ങനെയാണ് ഞാൻ അത് അല്ലസർ ചേരുന്നത്. അങ്ങനെയാണ് എനിക്ക് അല്ലസർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത്. പിന്നെ അവിടെ വർക്ക് ചെയ്തു. അവിടെയുള്ളവർ എൻ്റെ പിന്നീട് പപ്പ മരിച്ചപ്പോഴും ആങ്ങള മരിച്ചപ്പോഴും ഒക്കെ, പപ്പ മരിച്ചപ്പോൾ ഒക്കെ ഞാനവിടെ വർക്ക് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ എൻ്റെ പിന്നീട് വന്ന കുറേ സങ്കടങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും ഒക്കെ ഭാഗമാകാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ ടീച്ചേഴ്സ്, അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പാള്, അതുപോലെ ഞാൻ അവിടെ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ലാത്ത വെച്ചിട്ട് ആ സമയത്ത് അമ്മച്ചിയുടെ കീമോ നടക്കുന്ന ടൈമൊക്കെ. അപ്പോൾ ആ കീമോ നടക്കുന്ന ടൈമിൽ എനിക്ക് ലീവ് തരാനായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാള് രാമകൃഷ്ണൻ സാറ് ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് ലീവൊക്കെ തന്ന് അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ആ സാറ്. അതുപോലെ ഞാനിപ്പോൾ അനലൈസറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ സാറ് അന്ന് എന്നെ എടുത്തത് കൊണ്ടാണ്. കാരണം ഒരുപാട് പേര് വന്നു, എൻ്റെ സിറ്റുവേഷൻ തിരിച്ചറിഞ്ഞ്, എൻ്റെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് എന്നെ അവിടെ ജോലിക്ക് എടുത്തത് സത്യത്തിൽ രാമകൃഷ്ണൻ സാറാണ്. സാറ് ഇത് വേണ്ട വേറൊരാൾ മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒക്കെ ഞാൻ പിന്നെ അലസറിലേക്കേ പോവില്ല. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിയാണ് അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പളായിട്ടിരുന്ന രാമകൃഷ്ണൻ സാറ്. തൊടുപുഴയാണ് താമസിക്കുന്നത് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ വാട്സപ്പിലൊക്കെ കോണ്ടാക്റ്റൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ കാര്യം എന്തായാലും വിളിക്കാറുണ്ട്, പറയാറുണ്ട്. സാറിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ച് ഞാൻ വിഷ് ചെയ്യാറുണ്ട്. സാറ് ഗവൺമെൻറ്റായിട്ട് TTC കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഇവിടേക്ക് വരുന്നത് കേട്ടോ. പിന്നെ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമായിരുന്നു. അങ്ങനെ സാറിനെ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു ദൈവ തുല്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരു ദേവാലയമായിട്ട് കാണുന്ന ഒരു സ്ഥാപനവുമാണ് എനിക്ക് അല്ലസർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് അവിടെ ജോലിക്ക് കയറിയതെന്ന്. ജോലിക്ക് കയറാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ, നമ്മുടെ സംസാര രീതി, നമ്മുടെ പെരുമാറ്റം, നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി, പിന്നെ എൻ്റെ ജീവിത സാഹചര്യം, ഇതൊക്കെ മൂലമാണ് ഞാൻ അവിടെ ജോലിക്ക് കയറുന്നത്. അപ്പം വേറെ എങ്ങനെ ഞാൻ പിന്നെ ശ്രമിച്ചിട്ടും ഇല്ല. IELTS പഠിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ പോകാൻ പറ്റാതെ കൊറോണയൊക്കെ വന്നല്ലോ. പിന്നീട് ഞാൻ വേറെ എങ്ങനെ ശ്രമിച്ചൊന്നുമില്ല. ഞാൻ അലസറിൽ വേക്കൻസി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിരുന്നിട്ടാണ് ലോ കോളേജിൽ വേക്കൻസി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അവിടേക്ക് കയറുന്നത്. ഞാൻ വർക്ക് ചെയ്തോടത്ത് വേക്കൻസി ഉണ്ടായിരുന്നില്ല. വേക്കൻസി വന്നത് ഇവിടെയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ കയറി. പക്ഷേ അന്ന് TTC കോളേജ് ഇപ്പോഴത്തെ ഞാൻ പഠിപ്പിക്കുന്ന അതേ ബ്ലോക്കിൽ ആ ഒരു കെട്ടിടത്തിലായിരുന്നു. പിന്നീട് അത് വേറെ ബ്ലോക്കിലേക്ക് B.Edഉം TTC ഒക്കെ മാറി. അപ്പം ഞാൻ ആദ്യമായിട്ട് എവിടെ ചെന്ന് വർക്ക് ചെയ്തോ അതേ ബ്ലോക്കിൽ അതേ കെട്ടിടത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫൊക്കെ, ഇപ്പം ലോ കോളേജിലെ ഓഫീസ് സ്റ്റാഫിനെയൊക്കെ എനിക്ക് നേരത്തെ മുതൽ കണ്ടു പരിചയമുണ്ട്.
അപ്പം അങ്ങനെ നമുക്ക് അന്യമായിട്ടുള്ള ഒരു ഇടമല്ല അത്. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അല്ലസർ എന്ന് പറയാനുള്ളൊരു കാരണം അത് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് കമൻറ്റ് വന്നു ഈ ലോ കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്ന അവിടെ ഓഫീസിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നമ്പർ തന്നത് കേട്ടോ. കാരണം ഓരോ സിസ്റ്റവും കോഴ്സ് സ്ട്രക്ചറും ഫീസും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് റെഗുലേഷൻസും നമുക്കറിയത്തില്ല. നമ്മൾ ചെല്ലുന്നു, പഠിപ്പിക്കുന്നു, പോരുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് അറിയത്തില്ല. അതൊക്കെ ഓഫീസിലുള്ളവർക്ക് അവിടുത്തെ സ്റ്റാഫിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കപ്പ റെഡി ആയിട്ടുണ്ട്. ഒരു തവണ എനിക്കൊരു പറ്റുപറ്റി. ഞാനിങ്ങനെ ചമ്മന്തി ഇതുപോലെ തന്നെ കാന്താരി മുളകും ഉള്ളി എല്ലാം കൂടെ വെച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കല്ലിൽ വെച്ച് ഇടിച്ചു. കൈ കൊണ്ട് ഇങ്ങനെ കൂടാത്തതൊക്കെ കൈ കൊണ്ട് ഞാൻ കൂട്ടി ഇട്ട്. എന്നിട്ട് എനിക്ക് ഒരാഴ്ച ആ നീറ്റിൽ വന്നു. എത്രയൊക്കെ വെളിച്ചെണ്ണ വെച്ചിട്ടും എത്രയൊക്കെ തേച്ച് കുളിച്ചിട്ടും ആ നീറ്റിൽ ഒരാഴ്ച വന്നു. ആ കാന്താരി മുളകിൻ്റെ എഫക്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മിക്സിയിൽ ഇടുന്ന ഈ ഒരു കോലുണ്ടല്ലോ, ഒരു സ്പൂണുണ്ടല്ലോ, അപ്പം അതും കൊണ്ട് ഞാൻ കൂട്ടി ഇട്ടിട്ട് കരയ്ക്കാൻ നിൽക്കണം. ഇത് ചതച്ചിട്ട് നമുക്കൊരു ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞു വളരെ ടേസ്റ്റ് ആയിരിക്കും. ഒരു ഈവനിങ് കോഫിക്കുള്ള ഇച്ചിരി കട്ടനൊക്കെ ഇട്ട് അതൊക്കെ കട്ടനൊക്കെ ഇടുമ്പോഴത്തേക്കും ചേട്ടൻ വരും. പട്ടിക്കുഞ്ഞുങ്ങൾ കടിപടി കൊടുക്കും. അവർക്ക് വേണ്ടേ. എൻ്റെ കാൽച്ചോട്ടി വന്നിട്ട് പ്രാണി കിടക്കുവാ ഇവിടെ. എന്താണെങ്കിലും ഇത് സെറ്റായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ടനൊക്കെ ഇട്ട് കപ്പ വാങ്ങിയിട്ടില്ല അതും കൂടെ ഒക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ട് വരാം. ഇത്രയാണ് കഴിക്കുള്ളൂ. മുളക് വേണോ? എടാ അരിച്ച എന്നാ അലുത്തു പോയില്ലോ. എടാ ഇതെല്ലാം നിന്നോണ്ട് തിന്നണ. നീ കപ്പ അഴിക്കാൻ വരുന്നുണ്ടോ? ഈ മീൻചാറിന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മീൻചാറ് വീണ്ടും എടുത്തത്. ഇതിനകത്ത് മിമ്മിയുണ്ട്. ഒക്കെ മിമ്മി തരുമോ? പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചേട്ടില്ലേ കാന്താരി മുളക് ചമ്മന്തി ഇങ്ങനെ എടുത്ത് ഇതാ ഉള്ളിയും മുളകും ഇതാ ഇങ്ങനെ കഴിക്കണം. നമ്മൾ കട്ടൻ ഉണ്ടാക്കി കേട്ടോ. കട്ടൻ ചായ എങ്ങനെയുണ്ട്? കട്ടൻ ചായ സൂപ്പർ കേട്ടോ. ആണോ? ഓവർ ചൂടില്ല, പാകത്തിന് ചൂടും. പാകത്തിന് കടുപ്പം, പാകത്തിന് മസാല. മീൻചാറ് സൂപ്പറാണ്. എനിക്ക് ഇന്നലെ ലാസ്റ്റ് കഞ്ഞി പിടിച്ചപ്പോൾ ഞാൻ തോന്നി ഭയങ്കര ടേസ്റ്റ് തോന്നി. ഞാൻ എന്നിട്ട് അവസാനം നക്കി വടിച്ച് തിന്നു. ഇത് പ്രാവശ്യം മീൻചാറ് തീർന്നത്. അല്ലെങ്കിൽ നമ്മളെ മീൻചാറ് ഒരിക്കലും തീരാറില്ലല്ലോ. പുളിയില്ലാതെ വെച്ച മീൻചാറാണ് തീർന്നത്. അങ്ങനെ നമ്മൾ കപ്പയും മുളകും ഒക്കെ കഴിച്ച് കുറച്ച് നേരം കയ്യിലൊക്കെ നടന്ന് അവനെ ട്യൂഷന് കൊണ്ടുവിടാനായിട്ട് പോകും. എക്സാമാണ്. അപ്പോൾ എക്സാമിന് ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ട്യൂഷന് കൊണ്ടുവിടുക. ഇന്ന് ട്യൂഷൻ ഉണ്ടെന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കൊന്നും പോകാൻ പറ്റാറില്ല. ഇവന് SPCയുടെ ക്ലാസ്സും അതിൻ്റെ ട്രെയിനിങ്ങും ആക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം കൊണ്ടുവിടും. അപ്പം നമ്മൾ ട്യൂഷനൊക്കെ പോയി ആൻസൂട്ടം വരട്ടേലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഓരോരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കുറേ നാളായിട്ട്. അപ്പോൾ അതുകൊണ്ട് സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാ
വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരുവരേക്ക് എത്തിച്ചറിഞ്ഞ ബിന്ദുസ് ഡ്രീംസ്. ബൈ ബൈ.